BJP കേരളന്റെ ബിഹാഫിൽ ഞാൻ കിരൺ റിജിജുവിനെ കേരളത്തിൽ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ ഏപ്രിൽ 14 നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ അംബേദ്കർ ജയന്തിയായിരുന്നു. ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയുടെ ആഘോഷവും അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ആർക്കിടെക്റ്റും ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇന്ന് അംബേദ്കർ ജയന്തിന്റെ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ യോഗത്തിൽ ഇരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ പറ്റി ഒരു ഓർമ്മിപ്പിക്കാൻ ഒരു അവസരവുമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ ഉണ്ട്. റൈറ്റ് ടു ഫ്രീ സ്പീച്ച്, റൈറ്റ് ടു പ്രാക്ടീസ് റിലിജൻ, അതിന്റെ ഒപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി, അതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതൊന്ന് ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വർഷങ്ങളിൽ ഈ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോപ്പർട്ടി ഗ്രാബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു നിൽക്കുന്ന CPM-ഉം കോൺഗ്രസ് പാർട്ടിയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാൻ അവര് മുമ്പോട്ട് വന്നില്ല. മുനമ്പങ്ങളെ ജനങ്ങൾ സമരം ചെയ്യുമ്പോൾ അപ്പോഴും അവര് വാഗ്ദാനം ചെയ്യാല്ലാണ്ട് ഒരു ചെറിയ സൊല്യൂഷൻ, അതിനെ പരിഹരിക്കാൻ ഒറ്റ സജഷൻ അവർ മുമ്പോട്ട് വെച്ചില്ല. ഈ വഖഫ് ബിൽ, കിരൺ റിജിജുവിന്റെ ലീഡർഷിപ്പിൽ വഖഫ് ബില്ലിന്റെ ഡിബേറ്റിന്റെ സമയത്ത് അതേ കോൺഗ്രസും CPM-ന്റെ MPs പാർലമെന്റിൽ മുനമ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു സൊല്യൂഷനോ ഒരു പരിഹാരവും മുമ്പോട്ട് വെച്ചില്ല. വഖഫ് ബില്ല് പാസ്സായി, അത് ഇന്ന് ലോ ഓഫ് ദ ലാൻഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പാർട്ടീസ് എന്താ ചെയ്യുന്നത്? ഇന്നലെ VD സതീശൻജി ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ഇറക്കി. വഖഫ് ട്രിബ്യൂണലിന്റെ ഡിസിഷനെ സ്റ്റേ ചെയ്യാൻ ഹൈക്കോർട്ട് പോകുന്നത് CPM സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു ബ്ലോക്ക് ചെയ്യുന്ന ഒരു റിവെഞ്ച് രാഷ്ട്രീയമാണ് എന്ന് VD സതീശൻ പറഞ്ഞു.